നമസ്കാരം. കൗണ്ടിങ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോണത് ഒരു കാറിന്റെ ടയർ ഇൻഫ്ലേറ്റർ ആണ്. അപ്പോൾ ഇൻഫ്ലേറ്റർ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ എവിടെയെങ്കിലൊക്കെ വന്ന് ഒരു ടയർ പഞ്ചർ കിട്ടുകയാണ്, അല്ലെങ്കിൽ എയർ നമുക്ക് കുറവായിട്ട് തോന്നുകയാണ് യാത്രയുടെ ഇടയിൽ, അല്ലെങ്കിൽ വീട്ടിലൊക്കെ കുറച്ച് ദിവസം വണ്ടി പാർക്ക് ചെയ്ത് അനങ്ങാതെ കിടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ചെറിയ രീതിയിലുള്ള എയറിൽ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനകത്ത് നമുക്ക് ഈ ഒരു സംഭവം, ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് അൺബോക്സ് ചെയ്തുള്ളൂ, ഇതിൽ എന്താണ് ഉള്ളതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഈ ഒരു ഐറ്റം. ഇതാണ് കാറിൻ്റെ ഇൻഫ്ലേറ്റർ എന്ന് പറയുന്നത്. നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവാം. നമ്മൾ വർക്ക്ഷോപ്പിലൊക്കെ പോകുമ്പോൾ ഇതിൻ്റെ വലിയൊരു ഐറ്റം നമ്മൾ കാണാറുണ്ട്. പക്ഷേ ഇത് നമുക്ക് വീട്ടിൽ ക്യാരി ചെയ്യാൻ പറ്റാവുന്നതാണ്. ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാനൊരു സംഭവം വാങ്ങിച്ചുള്ളൂ. ഇത് ഈ പിന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും വേണം, കാർ ഓടിക്കാൻ എല്ലാവർക്കും അറിയാം ഈ സംഭവം എന്താണ്. ഇത് നമ്മുടെ സാധാരണ നമ്മൾ ചാർജ് ചെയ്യാനും അതേപോലെ പഴയ കാലങ്ങളിൽ സിഗരറ്റ് ലൈറ്ററൊക്കെ ആയിട്ട് ചെയ്തിരുന്ന ഒരു പോർട്ടാണ്. ആ പോർട്ടിനകത്ത് നമ്മൾ പ്ലഗ് ചെയ്യേണ്ട ഒരു ഐറ്റമാണ് ഈ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണം. ഇതിപ്പോൾ നിങ്ങളുടെ കാറിനകത്ത് നോക്കുകയാണെങ്കിൽ മിക്കവാറും ഫ്രണ്ട് നമ്മുടെ ആ ഒരു ഡാഷിൻ്റെ അടിയിലൊക്കെ ആയിട്ട് ഗിയറിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ഈ ഒരു പോർട്ട് വന്നേക്കണം. പിന്നെ വലിയ കാറുകളിൽ ബാക്കിലും വരാറുണ്ട്, അതേപോലെ ഫ്രണ്ടിലും വരാറുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ജസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് പ്ലഗ് ഇൻ ചെയ്തിട്ട് ഇപ്പോൾ നമുക്ക് ഫ്രണ്ടിലൊന്ന് പ്ലഗ് ഇൻ ചെയ്യാം. പ്ലഗ് ഇൻ ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഓപ്പറേഷൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതാണ് നമ്മുടെ വയർ നേരെ കണക്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പോർട്ടിനകത്ത് ഞാൻ കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ ചെയ്യേണ്ട ഒരു ചെറിയ ഡിസ്പ്ലേ വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഡിസ്പ്ലേനകത്ത് ചെയ്യേണ്ട വേറെ ഒന്നുമില്ല. നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ ഇവിടെ നമ്മുടെ ആ ഒരു പിൻ ചെയ്യണത് ടയറിലേക്ക്, നമ്മുടെ ടയറിൻ്റെ ആ ഒരു എന്നുള്ള നമ്മുടെ എയർ അടിക്കുന്ന ഒരു ഹോളില്ലേ, ആ ഹോളിനകത്തേക്ക് ഈ സംഭവം പിൻ ചെയ്യാം. അപ്പോൾ ഈ പിന്നകത്ത് ചേർന്ന രീതിയിലുള്ള 4 പിൻസ് നമുക്ക് കൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ബൈക്കിന് വയ്ക്കാം, സൈക്കിളിന് വയ്ക്കാം, അതുപോലെ കാറിന് വയ്ക്കാം. അപ്പോൾ ഈ 4 ടൈപ്പിലുള്ള പിൻസ് നമുക്ക് കൂടെ ഉണ്ട്. ഇതിനൊപ്പം ഒരു ഫ്യൂസും വന്നിട്ടുണ്ട്. ഫ്യൂസും കൂടെ കാണാം. ആ ഫ്യൂസ് കഴിഞ്ഞിപ്പോൾ ഫ്യൂസ് പോകണമെങ്കിൽ നമുക്ക് ഫ്യൂസ് മാറ്റി വയ്ക്കാനുള്ള ഓപ്ഷൻ കൂടി ഉണ്ട്. അപ്പോൾ ഇത്ര സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് ഇതിനകത്തേക്ക് പിൻ ചെയ്യുക. ഏത് വാഹനത്തിനാണെന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള പിൻ ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെ ഡിസ്പ്ലേ ആണ് നിങ്ങൾക്ക് കണ്ടോ. ഈ ഡിസ്പ്ലേ അതോടെ പവർ ഓൺ ഉണ്ട്. ഇപ്പോൾ പവർ ഓൺ ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു സൗണ്ട് പുറത്തേക്ക് വരും. ഇതിനർത്ഥം മെഷീൻ ഓണായി നമ്മൾ എയർ ഓട്ടോമാറ്റിക്കായിട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ടയറിൽ നോക്കാം, ടയറിൽ എങ്ങനെയാണ് സംഭവം അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കാം. കൂടാതെ തന്നെ PSI ഒക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, ടയറിൻ്റെ പ്രഷറും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പോൾ 32 ആണെന്നുണ്ടെങ്കിൽ 32 നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. അതനുസരിച്ച് കുറച്ച് സമയം എടുക്കും. സാധാരണ നമ്മൾ ഷോറൂമുകളിലും അതേപോലെ തന്നെ വർക്ക്ഷോപ്പിലൊക്കെ പോയിട്ട് ചെയ്യണേക്കാളും കൂടുതൽ ടൈം ഇതിനെടുക്കും. എനിക്ക് തോന്നുന്നു 2-3 മിനിറ്റ് എക്സ്ട്രാ എടുക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ടയറിൽ പോകാം. ടയറിൽ പ്ലഗ് ചെയ്തിട്ട് കാണിച്ചു തരാം എങ്ങനെയാണ് വർക്ക് ചെയ്യണത്. അപ്പോൾ നമ്മൾ കണക്ട് ചെയ്തപ്പോൾ ഇതാണ് ഡിസ്പ്ലേ കാണിക്കുന്നത്. അപ്പോൾ കാറിൻ്റെ ഇവിടെ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ മെഷീൻ ഓണായിരിക്കുകയാണ്. ഇത് നമ്മൾ PSI സെറ്റ് ചെയ്യുന്നത്. PSI അനുസരിച്ച് നമുക്ക് അപ്പോൾ ഈ ഒരു ഇൻഫ്ലേറ്റർ വാങ്ങാമെന്ന് ഞാൻ പറയില്ല. കാരണം ഇത് ആവശ്യമുള്ളവർക്ക് മാത്രം വാങ്ങിച്ചാൽ. കുറേ യാത്ര ചെയ്യുന്ന ആൾക്കാർ, അതേപോലെ തന്നെ വീടിൻ്റെ അടുത്തൊക്കെ വർക്ക്ഷോപ്പോ അതേപോലെ എയർ അടിക്കാനൊക്കെ ഫെസിലിറ്റി ഇല്ലാത്ത ആൾക്കാർക്ക് മാത്രമുള്ള സംഭവമാണിത്. പിന്നെ നല്ല രീതിയിൽ ലോങ് ട്രിപ്പ് പോകുന്ന ആൾക്കാർക്കൊക്കെ എന്തായാലും നിർബന്ധമായിട്ട് കയ്യിൽ വെക്കേണ്ട സാധനം. കാരണം എപ്പോഴാണ് നമുക്ക് പഞ്ചറും കാര്യങ്ങളൊക്കെ വരുന്നത് പറയാൻ പറ്റില്ല. പിന്നെ ടയർ പൊട്ടിപ്പോയാൽ നടപടിയില്ല, അതിന് നിങ്ങൾ ടയർ മാറ്റിടേണ്ടി വരും. പക്ഷേ നോർമലായിട്ട് നമുക്ക് എയറൊക്കെ കുറഞ്ഞു പോയിട്ട് ചെറിയൊരു പഞ്ചറൊക്കെ സൂചി പഞ്ചറൊക്കെ വന്നിട്ട് പെട്ടെന്ന് എയർ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഒരു 5-6 കിലോമീറ്റർ പോകുമ്പോഴേക്കും ടയർ കാറ്റ് പോകേണ്ട ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് വെച്ചിട്ട് അടുത്തുള്ള വർക്ക്ഷോപ്പിൽ പോയിട്ട് നമുക്ക് ഹെൽപ്പ് മേടിക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഉപകാരമുള്ളൂ. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1900 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വന്നത്. ആസ്കിംഗ് പ്രൈസ് അല്ല, പ്രൈസ് വന്നേക്കണം. അപ്പോൾ വാങ്ങിക്കണ ആവശ്യമുള്ളവർ മാത്രം വാങ്ങിച്ചാൽ ഒരു നിർബന്ധമില്ല. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഈ ഒരു ചെറിയൊരു വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.